നമസ്കാരം. നമ്മുടെ സ്പോർട്സ് ടോക്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഏപ്രിൽ 12, 2025 നമ്മുടെ ഫുട്ബോൾ വിശേഷങ്ങൾ. അപ്പോൾ നമുക്കറിയാം, ലോകമെമ്പാടും നടക്കുന്ന ഫുട്ബോൾ ടൂർണമെൻറ്റുകളൊക്കെ അതിൻ്റെ അവസാന റൗണ്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതാനും മത്സരങ്ങൾ മാത്രമേ പലയിടത്തും ബാക്കിയുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഫൈനൽ മത്സരമായിരുന്നു ഇന്ന് നടന്നത്. ഇന്ന് നടന്ന മത്സരത്തിൽ ഫൈനലിൽ മോഹൻ ബഗാൻ കൊൽക്കത്ത 1-2 ഗോളുകൾക്ക് ബാംഗ്ലൂർ FCയെ പരാജയപ്പെടുത്തി ഈ വർഷത്തെ ISL കിരീടം നേടി. ലീഗ് റൗണ്ടിലും ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയിട്ടുണ്ടായിരുന്നത് കൊൽക്കത്ത മോഹൻ ബഗാൻ തന്നെയായിരുന്നു. അപ്പോൾ ഏതായാലും ഈ വർഷത്തെ കിരീടം മോഹൻ ബഗാൻ കൊണ്ടുപോയി. പിന്നെ ഇന്നലെ മറ്റൊരു നമ്മുടെ ലീഗ് 2 ഇന്നലെ മലപ്പുറം മഞ്ചേരിയിലൊരു മത്സരം ഉണ്ടായിരുന്നു. നമുക്കറിയാം, സാറ്റ് തിരൂർ 1-2 ഗോളുകൾക്ക് കൊൽക്കത്ത ഡയമണ്ട് ഹാർബർ FCയോട് പരാജയപ്പെട്ടു. ഇന്നലത്തെ വിജയത്തോടു കൂടി ഡയമണ്ട് ഹാർബർ FC കൊൽക്കത്ത അടുത്ത വർഷത്തെ ലീഗിലേക്ക് പ്രൊമോഷൻ നേടി. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഇന്ത്യയിലെ ആഭ്യന്തര ഫുട്ബോളിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇന്ന് ഇംഗ്ലണ്ടിലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും ലാലിഗയിലും ഒക്കെ ഇന്ന് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഏറ്റവും തീപ്പാർന്ന മത്സരങ്ങൾ നടക്കുന്നത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ കിരീടം ഏതാണ്ട് ഈ വർഷത്തെ കിരീടം ലിവർപൂൾ ഉറപ്പാക്കിയിട്ടുണ്ട്. 2ാം സ്ഥാനം ആർസണൽ ഉറപ്പാക്കിയിട്ടുണ്ട്. അവശേഷിക്കുന്ന സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ മത്സരം കനക്കുന്നത്. നമുക്കറിയാം, യൂറോപ്പിലെ ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം 4 സ്ഥാനങ്ങളിൽ ഫിനിഷ് ചെയ്യണം. അപ്പോൾ 3ാം സ്ഥാനത്തിനും 4ാം സ്ഥാനത്തിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവിടെ മത്സരം നടക്കുന്നത്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റ്, ചെൽസിയ, മാഞ്ചസ്റ്റർ സിറ്റി, ന്യൂകാസിൽ യുണൈറ്റഡ്, ആസ്റ്റൺ വില്ല തുടങ്ങിയവരൊക്കെ ഈ അവശേഷിക്കുന്ന സ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ് പൊരുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ സിറ്റി 2-5 ഗോളുകൾക്ക് ക്രിസ്റ്റൽ പാലസിനെ പരാജയപ്പെടുത്തി വിലപ്പെട്ട 3 പോയിൻ്റുകൾ കരസ്ഥമാക്കി. ആദ്യ 20-23 മിനിറ്റ് ആയപ്പോഴേക്ക് ക്രിസ്റ്റൽ പാലസ് 2 ഗോളിന് മുമ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ഈ വർഷം മാഞ്ചസ്റ്റർ സിറ്റി കളിയുടെ തുടക്കത്തിൽ തന്നെ ഗോളുകളൊക്കെ വാങ്ങിക്കൂട്ടി ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ടീമാണ്. അപ്പോൾ പതിവ് പോലെ ഈ മത്സരം തോൽക്കുമെന്നാണ് കാണികളൊക്കെ കരുതിയത്. എങ്കിലും അതിനുശേഷം സിറ്റി തുടരെ 5 ഗോളുകൾ അടിച്ച് വിജയിക്കുകയാണ് ചെയ്തത്. നമുക്കറിയാം, ഈ വർഷം അവസാനത്തോടു കൂടി മാഞ്ചസ്റ്റർ സിറ്റി വിടുമെന്ന് പ്രഖ്യാപിച്ച കഴിഞ്ഞ ദശകത്തിൽ തന്നെ യൂറോപ്പിലെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളൊരാളായ കെവിൻ ദി ബ്രൂയിനാണ് തിരിച്ചടിക്ക് തുടക്കം കുറിച്ചത്. അദ്ദേഹം ഒരു ഗോൾ നേടി, പിന്നീട് ഒരു അസിസ്റ്റും നൽകി. അതിനുശേഷം മർമൂഷ് ഒരു ഗോൾ നേടി. പിന്നീട് 2ാം പകുതിയിലും 3 ഗോളുകൾ സിറ്റി താരങ്ങൾ നേടി. അങ്ങനെ മൊത്തത്തിൽ 2-5 ഗോളുകൾക്ക് ആണ് വിജയിച്ചത്. മറ്റൊരു സുപ്രധാന മത്സരത്തിൽ ആസ്റ്റൺ വില്ലയും 3 പോയിൻ്റുകൾ നേടി. 2 ദിവസം മുമ്പ് UEFA ചാമ്പ്യൻസ് ലീഗിൽ പാരീസ് സെൻറ്റ് ജർമ്മനോട് 1-3 ഗോളുകൾക്ക് പരാജയപ്പെട്ട അതേ ടീമിനെ തന്നെയാണ് ആസ്റ്റൺ വില്ല ഇറക്കിയത്. ജനുവരിയിൽ ടീമിലെത്തിയ അസൻസിയോയും റാഷ്ഫോർഡും ഒക്കെ ടീമിലുണ്ടായിരുന്നു, ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു. എങ്കിലും 2ാം പകുതിയുടെ അവസാന ഘട്ടത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറങ്ങിയ കളിക്കാരാണ് അവർക്ക് വേണ്ടിയുള്ള 3 ഗോളുകളും നേടിയത്. ഏതായാലും എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഇന്ന് ആസ്റ്റൺ വില്ല സൗത്താംപ്ടനെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു സുപ്രധാന മത്സരത്തിൽ ഇപ്പോൾ നിലവിൽ 3ാം സ്ഥാനത്തുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എതിരില്ലാത്ത 1 ഗോളിന് എവർട്ടണോട് പരാജയപ്പെട്ടു. ഈ പരാജയം അവർക്കൊരു തിരിച്ചടിയാണ്. ഇതോടുകൂടി അവരുടെ 3ാം സ്ഥാനത്തിന് ഭീഷണി ഉയർത്താൻ മറ്റ് ടീമുകൾക്ക് കഴിയും. നാളെ നടക്കുന്ന ഒരു സുപ്രധാന മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ ഏറ്റുമുട്ടും. ഇത്രയൊക്കെയാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്കറിയാം, സൗദി പ്രോ ലീഗിൽ ഈ ആഴ്ചയും കരീം ബെൻസിമയുടെ അൽ ഇത്തിഹാദ് തന്നെയാണ് പോയിൻ്റ് നിലയിൽ മുന്നിട്ട് നിൽക്കുന്നത്. 2ാം സ്ഥാനത്തുള്ള അൽ ഹിലാലിന് ഈ ആഴ്ചയും പോയിൻ്റ് നഷ്ടപ്പെട്ടു. 3ാം സ്ഥാനത്തുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽ നാസർ ക്ലബിന് ഇന്ന് രാത്രി മത്സരമുണ്ട്.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചത്തെ ഫുട്ബോൾ വിശേഷങ്ങൾ പറയാനുള്ളത്. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരുന്നവരെ നമസ്കാരം. താങ്ക്